السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള ഉസ്താദുമാർ, സ്നേഹധന്യരായ സഹോദരന്മാരെ, വളരെ സന്തോഷകരമായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരൊക്കെ ഇന്ന് ശരിക്കും ഒരു ആഘോഷത്തിന്റെ ഒരു ലഹരിയിൽ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഴുകി കഴിയുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ കുറച്ച് മുമ്പ് അങ്ങനെയുള്ള ഈ മനുഷ്യന്മാർക്ക് ചിലർക്ക് അപ്പൺ പറയണതാണ് പറയാ, പിന്നെ അത് എന്തേ പറഞ്ഞെന്ന് ഓർമ്മയില്ലാത്തൊരവസ്ഥ. അത് വല്ലാത്തൊരു ഉപകാരമാണ് ചിലർക്ക്. ചിലര് ഇപ്പൊ നമുക്കറിയാം, കുന്നമംഗലത്തൊക്കെ മുമ്പ് പ്രസംഗിച്ചത് ഓർമ്മ, ഞങ്ങളെ മയ്യത്തുമ്പോ ചവിട്ടി അവിടെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ മയ്യത്ത് അവിടെ ഉണ്ടായോ എന്തോ അല്ലാതെ നമ്മള് ഗൾഫിലായതുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. പക്ഷെ അല്പം ബോധം ഉണ്ടെങ്കിൽ ആ ബോധമുള്ളവർക്കൊക്കെ ചിന്തിക്കാൻ മാത്രമുള്ളത് മനസ്സിലാക്കുക. എന്താ വെച്ചാൽ അതാ ഒന്നായിട്ട് രാജിവെച്ചതാ, കൂട്ടത്തോടെ പോന്നു. സക്കാഫിയുള്ള അവിടെ ഒന്നായിട്ട് ഒലിച്ചു, മറ്റോലും ഒലിച്ചു, മറിച്ചോലും ഒലിച്ചു. ഇങ്ങനെയൊക്കെ ഒലിപ്പിച്ചിട്ടും സംഗമങ്ങളൊക്കെ നടത്തിയിട്ടും ഇവിടെ യാതൊരു കുറവുമില്ലാതെ മാത്രമല്ല, ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ മാതിരി അതുകൂടി നമ്മുടെ പ്രവർത്തനത്തില് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകർക്ക് വലിയ തിരക്കായിരിക്കും. അതുകൊണ്ട് ഞാനൊന്നും പോണ്ട, ഞാൻ മുമ്പ് കണ്ടതാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് തൽക്കാലം മാറി നിൽക്കുന്ന ആളുകള് എന്തായാലും കുറി പോയേ പറ്റൂ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ എത്തിക്കുന്നതിൽ നിങ്ങളുടെ ഈ നെഗറ്റീവ് അപ്രോച്ച് വല്ലാതെ സഹായകമായിട്ടുണ്ട് എന്നതിന്റെ പേരിൽ SK-ക്കാർക്ക് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്താണ്. SGV-യിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇടക്കിടക്ക് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ആ നന്ദി പറയാൻ വിട്ടുപോകണ്ടെന്നുള്ള ആൾക്കാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ആ നന്ദി രേഖപ്പെടുത്തട്ടെ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെടുത്തി അവിടുത്തെ ആദരവ് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട സത്യവിശ്വാസി, ആ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ നിലനിർത്തി പോരേണ്ട ചില ആസാറുമായി ബന്ധപ്പെടുത്തി സത്യവിശ്വാസികളുടെ മുമ്പട്ടം പറഞ്ഞിട്ടുണ്ട്. ആ പലവട്ടം നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് പലരെയും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയും നമ്മൾ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമിക്കുന്നതിന്റെ കൂട്ടത്തിൽ പക്ഷെ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അവര് ശരിക്കും ഒരു തരം കങ്കാണിപ്പണി എടുത്ത് നമ്മളെ കൂടി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അതിന്റെയൊക്കെ അവസ്ഥ ഞാൻ പണ്ട് തന്നെ SGV-യിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു പ്രശ്നം വന്നപ്പോ ഞാൻ വെല്ലുവിളിച്ചൊരു വെല്ലുവിളി ഉണ്ട്, അതിപ്പോഴും നിലനിൽക്കുക. എന്താണത്? ഞാൻ ഷാർ മുബാറക്കിന് വിരുദ്ധമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളുകളോട് ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. ഒരാളുമായി ഞാൻ നടത്തിയ സംഭാഷണത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ കട്ട് ചെയ്യാതെ ആ ക്ലിപ്പുകൾ മുഴുവനും കേൾപ്പിക്കാൻ തന്റെ ഉള്ളവരുണ്ടെങ്കിൽ കേൾപ്പിക്കണം. ആ സമയത്ത് ഇപ്പോ ലഭ്യമായ ഒരു ക്ലിപ്പ് വലിയ രസമാണ്, ഞാനത് കേട്ടിട്ട് പലപ്പോഴും ചിരിച്ചു പോയിട്ടുണ്ട്. ആ ലഭ്യമായ ക്ലിപ്പില് ചിരി പോലും വേറൊരു സ്ഥലത്തുനിന്ന് കണ്ടെടുത്തതാണ്. ശരിയല്ലേ? കാരണം എന്താ, ആ ചിരിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ചിരിയുടെ മക്കാനല്ല, ചിരിയുടെ സ്ഥലമല്ല, അത് വേറൊരു സ്ഥലത്തെ ചിരി അവിടേക്ക് എന്താണ് എടുത്ത് പേസ്റ്റ് ചെയ്തതാണ്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടാക്കി ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളെയും എന്നെ പോലത്തെ പ്രവർത്തകരും ഒക്കെ ജനങ്ങളുടെ മുന്നിൽ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ട് ഇവിടെ എന്തൊക്കെയോ വരാൻ പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിച്ചവർ അവരിന്നെങ്കിലും നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം, എന്താണ് ഈ അധ്വാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ബാക്കി കിട്ടിയത്? അല്ലെ, ഈ അധ്വാനത്തിൽ നിങ്ങൾക്ക് എന്താ ബാക്കി കിട്ടിയത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇപ്പോ ഇവരേറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന ഇതിപ്പോ ഞാൻ ഇങ്ങനെ സൂചിപ്പിക്കുന്നത് എന്തിനാ വെച്ചാല്, ഈ നനയാതെ ഈറം ചുമക്കാരന്റെ മാതിരി ഞാനൊന്നിപ്പോ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ട ആളല്ല. പക്ഷേ
പിന്നെ എന്നെ സംബന്ധിച്ച് പോലും ഇവിടെ പ്രചരിപ്പിച്ച കുറെ പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഗതിയാണ് എന്ത് പിന്നെ ഞാൻ ഒക്കെ ശക്തമായി ഷെയർ മുബാറക്, ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാം KKM സൈദി ജിഷാനുമായി ഷെയർ മുബാറക്കിനെതിരെ ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഷെയർ മുബാറക്ക് മർക്കസിലുള്ളതാവട്ടെ അല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും റസൂലുള്ളാഹിലേക്ക് ചേർക്കപ്പെട്ടതാവട്ടെ, അതിനെ ഞാൻ നിരാകരിച്ചുകൊണ്ട് സംസാരിച്ച ഒരു വാക്ക് ധൈര്യമുള്ള പണ്ട് അസമുസ്ലിയാരുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അത് ഇവിടെ ഓൺലൈനിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ജനനത്തിൽ തകരാറില്ലാത്തവര്, ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് ലഘൂകരിച്ച് പറയാണ്, അത് വേറൊരു ശൈലിയാണ് അതിനുള്ളത്. കാണിക്കാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ അത് പിന്നെ വ്യക്തമായി കാണിച്ചാൽ നിങ്ങൾ എന്താ പറയണെച്ചെങ്കിൽ ആ പറയണത് ചെയ്യാൻ ഞാൻ റെഡിയാണ്. കാരണം എന്താ അറിയോ, ഞാൻ ഈ വിഷയത്തിൽ, ഞാനല്ല എല്ലാവരും ഈ വിഷയത്തിൽ ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകരൊക്കെ ഇടപെട്ടത് ഒരു മനുഷ്യന്റെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാനാ. ഇനി നിങ്ങള് ആലോചിച്ച് നോക്കണം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പൊ ഇവർ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച ക്ലിപ്പുകളിൽ ഒരു കാണും, യൂട്യൂബിൽ തന്നെ ലഭിക്കാവുന്ന ഒരു ക്ലിപ്പ്, കക്ഷിയായിട്ടുള്ള സംസാരത്തിൽ അയാൾ തന്നെ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്, KKM സൈദിക്ക് നിങ്ങളെ തണുപ്പിക്കല ഉദ്ദേശം, നിങ്ങളെ തണുപ്പിക്കണം എന്നാണ് KKM സൈദി എന്നോട് പറഞ്ഞത്. പക്ഷെ ക്ഷീരമുള്ളവർ അകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും വടക്കാക്കി തനിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടമനസ്സുകൾക്ക്, ഞാൻ അങ്ങനെ തന്നെ തീർത്തു പറയാം, ദുഷ്ടമനസ്സുകൾക്ക്, അത് ചിലപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് അങ്ങനത്തെ കുറെ ആളുകൾ, മനസ്സിലായില്ലേ? ഞാനാണ് ആളാകാൻ, ഞാനാണ് ഇതിന്റെ സ്വന്തം ആളെന്ന് വരുത്താൻ അങ്ങനെയൊക്കെ ശ്രമിച്ചവരുണ്ട്. പക്ഷെ അത്തരക്കാരോടൊക്കെ നമുക്കൊരൊറ്റ സംഗതിയെ പറയേണ്ടതുള്ളൂ. അതെ 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 അതാ പറഞ്ഞേ, ഒറ്റ കാര്യം പറയുള്ളൂ. ഈ ലോകം മാത്രമല്ല, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ലോകം കൂടെ വരാനുണ്ട്. ആ ലോകത്ത് ഇത്തരം തെറ്റിദ്ധരിപ്പിക്കലുകൾ നടക്കൂല. അവിടെ കൃത്യമായിട്ടുള്ള പരിപാടികൾ നടക്കും. എന്ത് ദീനാണ് ഇവരൊക്കെ പ്രചരിപ്പിക്കണേ? ഈ നിലക്ക് ജനങ്ങളെ ആട്ടിനെ പട്ടിയാക്കി പേപ്പട്ടി എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ല എന്ന് പറഞ്ഞ പോലത്തെ നിലപാട് സ്വീകരിക്കുന്നവർ എന്ത് ദീനാ പ്രചരിപ്പിക്കണേ? നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. SGB അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു കള്ള തരീക്കത്തുമായി വന്ന് സമസ്തയെ പിളർത്താൻ ശ്രമിച്ച ഒരു കള്ള ഷെയ്ഖിന്റെ അനുയായികൾ, അങ്ങനത്തെ വല്ല ആളുകളും, അത്തരക്കാരോട് വല്ല സോഫ്റ്റ് കോർണറുള്ള ആരെങ്കിലും SGBയിൽ ഇനിയുണ്ടെങ്കിൽ അവര് ദയവ് ചെയ്ത് പുറത്തു പോകണമെന്നാണ്. മനസ്സിലായില്ലേ? ദയവ് ചെയ്ത് പുറത്തു പോകണം. ഞങ്ങൾ പണ്ടേ പിന്നെ അഡ്മിൻ മീറ്റിലൊക്കെ പറഞ്ഞതാ. അങ്ങനത്തെ വല്ലോനുണ്ടെങ്കിൽ ഇനിയും ഇതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിടിച്ച് പുറത്തിടാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് പുറത്ത് പോകലാ നല്ലത്. മനസ്സിലായില്ലേ? അത് വ്യക്തമായിട്ട് ഞങ്ങൾ വിശദീകരിക്കാൻ പോവാണ്. കുറെ കാലമായി വാസ്തവത്തിൽ എന്തൊക്കെയാണെങ്കിലും ശരി, ഇതൊക്കെ പുറത്ത് വെറുതെ എടുത്തിട്ട് അലക്കിയിട്ട് ബാക്കിയുള്ള ആളുകളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ നമ്മളിങ്ങനെ ഒതുങ്ങി സൈലന്റ് ആയിട്ട് നിൽക്കുമ്പോ അത് വിറ്റിന് കാട്ടിക്കറമില്ല, അല്ലെങ്കിൽ തിരിച്ചൊന്നും എല്ലാ സംവിധാനവും ഞങ്ങളെടുത്തുണ്ട്. ആളുണ്ട്, അർത്ഥമുണ്ട്, സംവിധാനമുണ്ട്. എങ്ങനെ ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് പഠിച്ചോന്റെ തൗഫീഖോട് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ അത്തരത്തിലൊന്നും പോകരുത് എന്ന് വ്യക്തമായി ചിന്തിച്ചത് കൊണ്ടാണിത്. SGB എടുത്ത നിലപാട് പടച്ചോന്റെ തൗഫീഖോട് കൂടെ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. SGB ഈ ഓരോ വിഷയത്തിലെടുത്ത നിലപാട്, ആ നിലപാടായിരുന്നു ഇതിലേക്ക് കൃത്യമായി ജനങ്ങളെ എത്തിച്ചു. അല്ലെ? ആ അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉൾക്കൊള്ളേണ്ടതും. അതുകൊണ്ട് എവിടുന്നെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോ മുസ്ലിമീങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഖുർആൻ നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ട്. എന്താണത്? ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഏതെങ്കിലുമൊക്കെ തെമ്മാടികൾ വല്ല വാർത്തയുമായി നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ കേട്ട പാതി കേൾക്കാത്ത പാതി അതിന്റെ പിന്നിൽ സൈക്കിൾ എടുത്ത് കൂടുന്നതിന് പകരം ഫതബയ്യനു, അതിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അപ്പൊ ഞാനുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിക്കാം, എന്നോട് വിളിച്ച് ചോദിച്ചാൽ മതി. അയാളൊക്കെ അങ്ങനെയല്ലേ? എത്ര പെട്ടെന്നാണ് ഓരോരുത്തര് കാബഡിയൊക്കെ കണ്ട് വെച്ച് ചാർത്തുകയാണ്, അല്ലെ? കാബഡിയൊക്കെ വെച്ച് ചാർത്തുകയാണ്. എന്നാലോ കപടന്ന് പരസ്പരം പിന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ അവരൊക്കെ ഒരു രംഗത്ത് ഒന്നായിട്ട് വരുന്നത് നമ്മൾ കാണുകയും ചെയ്യാൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ദീനോ അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടോ ഒന്നുമല്ല ഈ ആളുകൾക്ക്. ഇതൊരു ഗ്യാങ് ആയിരുന്നു. ഇതൊരു ഗ്യാങ് ആയിരുന്നു. മനസ്സിലായില്ലേ?
അതെ, നമുക്കെതിരെ SGBക്കെതിരെ, SGBയിലുള്ള പ്രവർത്തകർക്കെതിരെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇനി പുറത്തു വന്ന ക്ലിപ്പുകൾ, ആ ക്ലിപ്പുകളുടെ യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ച് നോക്കിയേ. ഒന്നുകിൽ നാട്ടിൽ കള്ളത്തരീക്കത്തുകൾക്കെതിരെ ശക്തമായി നിലപാടെടുത്ത ഉസ്താദുമാർ, ആ ഉസ്താദുമാരുടെ ക്ലിപ്പുകൾ, ഗൾഫിലാണെങ്കിൽ SGBയുമായി ബന്ധമുള്ള ആളുകളുടെ ക്ലിപ്പുകൾ. ഇത്ര ആളുകളുടെ ക്ലിപ്പ് മാത്രമല്ലല്ലോ, പിന്നെ ഇത്ര ആളുകളുടെ ക്ലിപ്പ് മാത്രമല്ലല്ലോ ഈ ആള് റെക്കോർഡ് ചെയ്ത കൂട്ടത്തിലുള്ളത്. നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. നാട്ടിൽ കള്ളത്തരീക്കത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഉസ്താദുമാരുടെയും ഗൾഫിൽ SGBയുമായി ബന്ധപ്പെട്ട ആളുകളുടേതുമല്ലാത്ത ആരുടെങ്കിലും ക്ലിപ്പ് പുറത്തുണ്ടോ? ഇല്ല. അപ്പൊ അതെന്താ? അത് ഒരു കള്ള ശൈഖിനെ താങ്ങി നടക്കുന്ന ആളുകൾ. ആ കള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ അയാളെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ടും അല്ലെ, അയാളെ കുറിച്ച് മോശമായിട്ടൊന്നും പറയാൻ പലർക്കും ഇപ്പോഴും നാവ് പൊങ്ങണില്ല. അതേസമയത്ത് SGB കൃത്യമായ നിലപാട് അതിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കളിക്കാൻ ഇനിയും നിൽക്കുകയാണെങ്കിൽ അതൊക്കെ പരസ്യമായി ജനങ്ങളുടെ ഇടയിൽ വിചാരണക്ക് ഇട്ടുകൊടുക്കാൻ ഞങ്ങളും തയ്യാറാകേണ്ടി വരും. പക്ഷെ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യരുത്? അപ്പണി എടുപ്പിക്കണ്ട. അത് എടുപ്പിച്ചാൽ ഇപ്പോ വികൃതമാകാത്ത ചിലരുടെ മുഖം, ആ മുഖം ശരിക്കും എന്താകും? വികൃതമാകുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായി വിശദീകരിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. എന്താപ്പോ പിന്നെ ഇങ്ങനെയൊക്കെ എന്ന് നമ്മൾ ചിന്തിക്കണം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ ആ ആരോപണങ്ങളെ കുറിച്ച് നമ്മളൊന്നും പ്രതികരിക്കണില്ല, അല്ലെങ്കിൽ ഈ ഫിത്തന ഉണ്ടാക്കി നടക്കണം. ഓരോരുത്തരെ പിന്നാലെ നടന്ന് ഫിത്തന ഉണ്ടാക്കുക. മൂപ്പർക്ക് അതുമായിട്ട് ബന്ധമല്ല, മൂപ്പര് പിന്നെ ഇതിനെതിരാണ്, മൂപ്പരതിനെതിരാണ് എന്ന് പറഞ്ഞ് ഫിത്തന ഉണ്ടാക്കുക. ആ ഫിത്തന ഉണ്ടാക്കുന്ന ആള് എന്നാ ഇത് കേൾക്കണ മനുഷ്യന്മാര് എന്ത് ചെയ്യൂല? അത് ശരി, അങ്ങനത്തെ കേൾക്കാനല്ലേ കോയി അയലുമക്കേരിയമാതിരി അത് ചിന്തിക്കണതിന് പകരം എന്നാ ഞാൻ അയാൾ മഹശറിയിലൊന്നല്ല അവിടെ നിന്ന് വിട്ടോക്കെ എന്താ നിലപാട് അല്ലേ? നമ്മളെ നിലപാട് കൃത്യമായിട്ട് നമ്മൾ പണ്ടും ഇപ്പോഴും ഒക്കെ പറഞ്ഞ ഒറ്റ നിലപാടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാണ് എന്താണ് എന്ന് ഒരാളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ ആ പറയുന്നതിന് മുമ്പ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അതിന്റെ സത്യാവസ്ഥ എന്താ നമ്മൾ അറിയണം. അതറിയാതെ എന്തെങ്കിലും വിളിച്ചു പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറയേണ്ടത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ പിന്നെ എല്ലാരും ഷാറൂഖ് മാലിക്കിനെതിരാണ് എന്ന് പ്രചരിപ്പിച്ചില്ലേ? അതേസമയത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തുകൊണ്ട് പിന്നെ നടത്തിയ പത്രസമ്മേളനത്തിലും പത്രങ്ങൾക്ക് കൊടുത്ത കുറിപ്പിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന വിശ്വാസത്തോടുകൂടെ ബഹുമാനത്തോടെ മർക്കസിൽ സൂക്ഷിച്ച ഷാറ് മുബാറക്കിൽ സമസ്തയിലുള്ള ഒരാൾക്കും വിയോജിപ്പില്ല എന്ന് പച്ചയായിട്ട് പറഞ്ഞിട്ടില്ല ആ പത്രപ്രസ്താവനയിൽ. ആ പത്രപ്രസ്താവനയിൽ അത്ര വ്യക്തമായി പറഞ്ഞിട്ടും പിന്നെയും ഇതേ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കല്ലേ കുറെ സാധുക്കള്. ഇവരൊക്കെ മരിക്കണ്ടേ? ആലോചിക്കണ്ടേ എന്താണ് ഈ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ട, തങ്ങളിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന ഒരു സാധനം, ആ സാധനത്തെ കുറിച്ച് ആദരവിന്റെ കണ്ണുകൊണ്ട് കാണാൻ മാത്രം ഒരാളുടെ മനസ്സ് വിശാലമാകുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ഞാൻ അതിനെക്കുറിച്ച് മൗനം പാലിക്കാനെങ്കിലും തയ്യാറാവണം എന്ന് ചിന്തിക്കണം. ഇതാണ് ഒരു മനുഷ്യന്റെ ഈമാൻ രക്ഷപ്പെടാൻ പറ്റിയ പണി. അതുകൊണ്ട് ജനങ്ങളെ ഈമാൻ അതാകാതിരിക്കാൻ വേണ്ടിയല്ലേ എത്ര വ്യക്തമായിട്ട് ഞങ്ങളൊക്കെ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്, എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. SGB തന്നെ പറഞ്ഞിട്ടുണ്ട്. പഴയ റെക്കോർഡുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യം വ്യക്തമായി കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഉണർത്തുന്നത്, ഓരോ മനുഷ്യന്റെയും മാനസികാവസ്ഥ അനുസരിച്ച് വിഷയങ്ങളെ കാണുന്ന ഒരു സ്വഭാവം അത് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ആ സ്വഭാവമുള്ള ആളുകൾ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ എന്താണ് ക്ലിക്കാകുക വെച്ചെങ്കിൽ അത് വെച്ച് കാച്ചുന്ന ആളുകൾ, ആ കാച്ചുന്ന ആളുകൾ പലയിടത്തും ഉണ്ട്. ആ ആളുകളൊക്കെ അവരെ തുറന്ന് കാട്ടേണ്ടി വന്നാൽ കാട്ടാൻ ഞങ്ങൾ നിർബന്ധിതരാകും. പക്ഷെ അത്തരം ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത് എന്ന് മാത്രം അത് സംബന്ധമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലേക്ക് ചേർക്കപ്പെട്ട് പറയുന്ന ഏതൊരു സാധനവും
അതിപ്പോ എസ്കക്കാരടുത്താണെങ്കിൽ പോലും ഞങ്ങൾ അതിനെ കുറിച്ച് പറയുമ്പോ സൂക്ഷ്മതയോടെ സംസാരിക്കുള്ളൂ. മനസ്സിലായില്ലേ? ഞങ്ങൾ അതിനെ കുറിച്ച് പറയുമ്പോ പോലും ഞങ്ങൾ സൂക്ഷ്മതയോടെ സംസാരിക്കുള്ളൂ. ഇനി എസ്കക്കാരടുത്താണ് എന്ത് വരുന്നത് നോക്കുക. എസ്കക്കാരാണ് ഇപ്പൊ ഒരു ഷെയർ മുബാറക്കാരനൊന്ന് കൊണ്ടുവരുന്നത് നോക്കുക. എന്നാ പോലും ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഞങ്ങൾക്ക് സൂക്ഷ്മത ഉണ്ടാവും. കാരണം എന്താ? അത് ഞങ്ങളെ ഈമാൻ കാക്കാനാ. സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പേരിൽ ഇപ്പൊ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ യാതൊരു സംഗതിയും ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങളെ വിഭാഗത്തിൽ ആരും ചെയ്യില്ല. മനസ്സിലായോ? അതാണ് ദീന്, അതാണ് ഇസ്ലാം, അതാണ് മനുഷ്യന്റെ ഈമാൻ കാക്കാനുള്ള പണി. എത്ര സാധുക്കളെ കൊണ്ട് പറയാൻ പറ്റാത്ത എന്തൊക്കെ നിങ്ങൾ പറയിപ്പിച്ചു അല്ലേ? എത്ര സാധുക്കളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുമായി ബന്ധപ്പെടുത്തി പറയാൻ പറ്റാത്ത എന്തൊക്കെ വാക്കുകൾ നിങ്ങൾ പറയിപ്പിച്ചു. ഞങ്ങളൊക്കെ അങ്ങനെ പറയുന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ, ശ്രമിച്ചവരൊക്കെ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ച് നോക്കി. എന്തിനാ ഉപകരിക്കുക? ആർക്കാണ് ഇതിന്റെ നേട്ടം? അല്ലേ? ക്ലിപ്പ് ആഘോഷ സമയം എന്തിക്കണം സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഞാൻ വെറുതെ പറഞ്ഞല്ല. അന്നത്തെ എന്റെ ഈ ക്ലിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയത്തിൽ ഞാനൊരു നയപ്രഖ്യാപനം നടത്തിയിരുന്നു. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്താൻ. എന്റെ അടുക്ക് NK അബൂബക്കർ ഫൈസി കട്ടിപ്പാറ എന്നിവർ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ പരലോകം സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ദോഷങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ സ്വർഗ്ഗത്തോപ്പാക്കുമാറാവട്ടെ. ദുഃഖാർത്തരായ കുടുംബത്തിന് അല്ലാഹു ആശ്വാസം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിലൊക്കെ പിന്നീട് ഹദ്ദാദിന്റെ സമയത്തൊക്കെ പ്രത്യേകം ഓർക്കണമെന്ന് വേണ്ടപ്പെട്ടവരെയും അറിയിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം തൽക്കാലം നിർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട് ദീനീ പ്രവർത്തിയാക്കാനുള്ള ശ്രമം ആകാൻ പാടില്ല. മനസ്സിലായില്ലേ? ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ ഇന്ന് മർക്കസിലെ ഷെയർ മുബാറക്ക് ദർശിക്കാനും പുണ്യജലം വാങ്ങാനുമായി നേരത്തെ തന്നെ ഒരുങ്ങി ഇന്നെന്തായാലും മർക്കസിൽ പോകണമെന്ന് തീരുമാനിച്ചൊരു പ്രവർത്തകനായിരുന്നു നമ്മുടെ ജുനൈദ് നന്ദി എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ. അദ്ദേഹം ഇന്നലെ മരണപ്പെടുകയും ഇന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ശരീരത്തോടെ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ലെങ്കിലും മയ്യിത്ത് മർക്കസിൽ എത്തിച്ച് ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ മയ്യിത്ത് നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടത്തി. നേരത്തെ ഉസ്താദ് തന്നെ അത് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടു. അർഹമുറാഹിമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരൻ ജുനൈദ് അവരുടെയും ആഖിറം അല്ലാഹു സന്തോഷമാക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായി തന്നെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാനും അങ്ങനെ മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന മരണശേഷവും ലഭിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്റെ ഉസ്താദ് കുമരമ്പത്തൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അദ്ദേഹം അല്ലാഹു തആല ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഉസ്താദ് പലപ്പോഴും പറയലുണ്ട്, ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ കഴിയണതും ആരോട്ടും പ്രശ്നത്തിന് പോകല്ല. എന്താ വെച്ചാൽ അലിസ്താദിന്റെ ജ്യേഷ്ഠൻ ഒഫാത്തായി പോയി മർഹൂം അബ്ദുറഹ്മാൻ മുസ്ലിയാർ. കഴിയണവും പ്രശ്നത്തിന് പോകല്ല, ആരേട്ടേലും എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ തന്നെ വേഗം നന്നാകാൻ ശ്രമിക്കലാണ്. എന്താണ് ഇത് മൂപ്പർ കാരണം പറയല്? മരിച്ചു എന്ന് കേട്ടാല് ആത്മാർത്ഥമായിട്ടൊന്ന് ദ്വാർക്കണമെങ്കിൽ അത് വേണ്ടേ? മനസ്സിൽ വെറുപ്പാണ് കാത്തു സൂക്ഷിക്കണതെങ്കിൽ പിന്നെ അത് കിട്ടൂലല്ലോ. അപ്പൊ ഈ ലോകത്ത് ജീവിക്കുമ്പോ സുന്നി പ്രവർത്തകരായിട്ടുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഞാൻ ചിലരൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയണത്, മനസ്സിലായില്ലേ? ഓലൊക്കെ എന്തായാലും ഇത് കേൾക്കാണ്ടക്കൂലാന്ന് എനിക്ക് അറിയാം. അതുകൊണ്ടുകൂടി ഞാൻ പറയാണ്, നസീഹത്ത് ഉദ്ദേശിച്ച് പറയാണ്, അല്ലാതെ വേറൊരു ഇതിനും വേണ്ടി പറയല്ല. ഓരോരുത്തർ ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ അത് പിത്തനക്കാരനല്ലേ എന്ന് മറ്റു മുഅ്മിനീങ്ങൾ നമ്മളെ കുറിച്ച് പറയാത്തൊരവസ്ഥ നമ്മളെ കാരണം കൊണ്ട്. നമ്മൾ പിത്തന ഉണ്ടാക്കാതെയും ചിലപ്പോ ചിലവര് പിത്തനക്കാരെന്ന് പറയുണ്ടാവും. അതിനിപ്പോ നിവൃത്തിയൊന്നുമില്ല. അതതിന്റെ യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചോളും. അത് വേറെ വിഷയം. മനസ്സിലായില്ലേ? അപ്പോ അതേ സമയത്ത് അതേ സമയത്ത് നമ്മൾ ചിന്തിക്കണോ? അല്ലല്ല പയ്യോളിസാക്കളൊന്നുമല്ല.
ഗളൊന്നുമല്ല, അതിന് ബേജാറാണ്ട. ഏതായാലും ശരി. പിന്നെ നമ്മൾ മരിച്ചു എന്ന് കേൾക്കുമ്പോ നിഷ്കളങ്കരായ ആളുകള് അവര് ആ ചങ്ങായി എന്താ എന്ന് പറയാത്തൊരവസ്ഥ ഉണ്ടാക്കാൻ നമ്മളെ കാരണം കൊണ്ട് ഇല്ലാണ്ടാക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ എന്റെ ഒരു വാക്ക് ഫിത്തിനെ ആവണുണ്ടോ എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് നമ്മൾ ചിന്തിക്കണം. 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു വിഭാഗത്തോടുള്ള നിങ്ങളുടെ ഈർഷ്യതയും വെറുപ്പും അവരോട് അനീതി ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം പകരരുത്. എഴുതിലൂ, നിങ്ങൾ നീതിയുള്ളവരാകണം നിങ്ങൾ. ഹുവ അഖറബു ലിത്തഖ്വാ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സ്വഭാവത്തിലേക്ക് ഏറ്റവും അടുത്തത് അതാണ് എന്ന് വെറുതെ പറഞ്ഞല്ല ഖുർആൻ. ശരിയല്ലേ? കാരണം എന്താ, അനീതി എന്ന് പറയുന്നത് നമ്മളെ വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഒക്കെ വരും. മറ്റൊരാൾക്ക് നേരെ അക്രമമാകാൻ സാധ്യതയുള്ള സ്വഭാവം, അക്രമമാവാൻ സാധ്യതയുള്ള സ്വഭാവം, ആ സ്വഭാവത്തിലേക്ക് നമ്മൾ എത്താൻ പാടില്ല. അങ്ങനെ എത്തിയാൽ ഈ ഇസ്ലാമിക പ്രബോധനം കൊണ്ട് എന്ത് സംസ്കരണം നമുക്ക് ലഭിച്ച്, ദീനീ പ്രവർത്തനം കൊണ്ട് എന്ത് നേട്ടാ നമുക്കുണ്ടായത്? അത് ചിന്തിക്കണ്ടേ? അത് ചിന്തിക്കണം. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. അത് ഓരോരുത്തരുടേതായിട്ടുള്ള ഈമാൻ കാക്കാൻ വേണ്ടി നമ്മൾ സൂചിപ്പിക്കണം. നമ്മൾ സ്നേഹിച്ചിരുന്ന ആളുകളൊക്കെ വളരെ വൃത്തികെട്ട സ്വഭാവത്തിലും അതേപോലെ തന്നെ ശൈലിയിലും ഒക്കെ എത്തിപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാത്തൊരു സംഗതിയാ. കാരണം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് എന്ത് വേണം? ഗുണകാംക്ഷാപരമായ സമീപനം ആഗ്രഹിക്കണം. ഒരാളെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ നിരപരാധിയെ അപരാധിയാക്കാൻ ശ്രമിച്ചാൽ അത് വല്ലാത്ത ഫിത്തിനെയാണ്, വല്ലാത്ത കുഴപ്പാണ്. അവിടേക്ക് എത്തിച്ചിട്ട് ഉണ്ടായ കാര്യം എന്നത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. അത് നമുക്ക് ആലോചിക്കണം. ഒന്നും മാറി നിൽക്കുമ്പോ ഇവറ്റങ്ങൾ എന്തു ആകാം, നമ്മളെന്ത് ചെയ്തോളും, നമ്മളിങ്ങനെ സാധുക്കളായിട്ട് ഇങ്ങനെ നിന്നോളും, അതുകൊണ്ട് എന്തു ആവാം എന്ന ആ ഒരു ചിന്തയും സ്വഭാവമൊന്നും ആർക്കും ഉണ്ടാകാൻ പാടില്ല. നിവൃത്തികേടിന്റെ അവസ്ഥ വരുമ്പോ ചിലപ്പോ ക്ലാരിഫിക്കേഷന് വേണ്ടി ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൈപൊക്കി നിൽക്കുന്ന ആളുകൾക്കൊക്കെ മൈക്കിലേക്ക് വരാം. നമുക്ക് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇന്ന് വളരെ സന്തോഷത്തോടുകൂടെ പിന്നെ മർക്കസിൽ നടന്ന പരിപാടി സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് വിളിച്ചോതി. അതേ സമയത്ത് ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും എസ്കക്കാര് നന്നാവും നമുക്കൊരു പ്രതീക്ഷയില്ല. കാരണം ഇന്ന് പകല് ഞാന് പിന്നെ എന്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എസ്കക്കാർ റൂമിൽ എന്താ നടക്കണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് എന്ത് ചെയ്തു, അവിടെ കേറി. ആ കേറിയ സമയത്ത് അവിടെ ഒരു അഡ്മിൻ മൈക്ക് എടുത്തിട്ട് പറയാണ്, എന്ത് ആളെ കിട്ടിയില്ല, കുറച്ച് കുട്ടികളെ മാത്രമേ അവിടെ കാണാൻ കിട്ടിയിട്ടുള്ളൂ. അല്ലേ? ആലോചിച്ചൊക്കെ. അപ്പോഴും ക്യൂ കുന്നമംഗലത്താണ്. ആ സമയത്ത് ഇവിടുത്തെ ഒരു UAE ടൈം ഒരു 2-2:30 മണി ആയി കാണും. ആ സമയത്ത് എന്നാണ് എന്റെ ഓർമ്മ. ആ സമയത്ത് ഒരാൾ പറയാണ്, എന്റെ ആൾക്കാരൊന്നും കിട്ടിയില്ല, കുറച്ച് കുട്ടികളെ കൊടുത്ത് നിർത്തിക്കാണ് നിങ്ങള് കാണാന്. എന്നാലോ അതൊരാളെ വർത്താനം. അപ്പൊ തന്നെ ആള് നല്ലോ കൂടി എന്ന് പറയുമ്പോ വേറൊരാളെ വർത്താനം പിന്നെ മാതാ അമൃതാനന്ദമയുടെ കാലുമുത്താനും കുറെ ആള് പോണില്ലേ, അതുകൊണ്ട് ഇത് സത്യം എന്ന് വരുമോന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആള് കൂടി എന്നത് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് എന്താ, ആള് കൂടുക എന്നുള്ളത് ഒരിക്കലും സത്യത്തിന്റെ മാനദണ്ഡമായിട്ട് ഞങ്ങൾ കണ്ടോണ്ടല്ല. അതേ സമയത്ത് കാന്തപുരത്തിന്റെ പിന്നിൽ ആരുമില്ല, ഒക്കെ ഒലിച്ചുപോയി എന്ന് നിരന്തരം പ്രചരിപ്പിക്കുകയും കുറച്ച് പിന്നെ എന്താ പറയാ, അവർക്ക് പറയേണ്ട വാക്കെന്താണെന്ന് എനിക്ക് അറിയില്ലപ്പോ, കുറച്ച് കങ്കാണിമാരെ വെച്ച് ജനങ്ങൾക്കിടയിൽ ദുഷ്പ്രചരണം നടത്തുകയും ചെയ്യുമ്പോ ആൾക്കൂട്ടം ഞങ്ങളൊപ്പാണ് എന്ന് വരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ തിരിച്ചുള്ള ആൾക്കൂട്ടത്തെ കാണിച്ചു വരുമ്പോ ഈ വർത്താനം പറയരുത്, അത്ര നമ്മൾ പറയുന്നുള്ളൂ. സത്യത്തിന്റെ ഒപ്പം ചിലപ്പോ 10 ആളെ ഉണ്ടാവുള്ളൂ, അല്ലേ? ചിലപ്പോ ആളുകളുടെ എണ്ണമൊക്കെ കുറവായിരിക്കും, ആയിക്കോട്ടെ. സത്യത്തിന്റെ മാനദണ്ഡം ആള് കൂടുതലും കുറയലോ എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. കൂടുതൽ ആളുകൾ പലപ്പോഴും സത്യത്തിന്റെ പുറത്താകാനും സാധ്യതയുണ്ട്. പക്ഷെ ഞങ്ങളുടെ കൂടെ ആളുകളില്ല എന്നത് നിങ്ങൾ സത്യത്തിന്റെ മാനദണ്ഡമായിട്ട് നാട് നീളെ പ്രസംഗിച്ചുകൊണ്ടാണ് മർക്കസിൽ വന്ന ആളുകളെ എണ്ണാൻ ധൈര്യം ഉണ്ടോന്ന് ഞങ്ങൾ ചോദിച്ചത്. മനസ്സിലായില്ലേ?
അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. അതുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആലോചിക്കണം, പ്രത്യേകമായിട്ട് ചിന്തിക്കണം, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയരുത്, ഒരിക്കൽ പറഞ്ഞത് പിന്നെ മറക്കരുത്, അത് കൃത്യമായിട്ട് ഓർമ്മിച്ച് ഇരിക്കണം എന്നാണ് എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാന് പിന്നെ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹീതമായ ജന്മദിനമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള സന്തോഷത്തിന്റെ അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മൗലിദ് സദസ്സുകൾ സജീവാണ്. അതേപോലെ തന്നെ നബിദിനാഘോഷത്തിന്റെ അവസ്ഥകൾ സജീവാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓരോ പ്രോഗ്രാമുകളും സജീവാണ്, നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ട് കാലത്തുള്ളതിനേക്കാൾ ഇപ്പൊ സജീവത ഉണ്ടാവുമ്പോ ചിലർ അങ്ങനെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലർ അങ്ങനെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്ത് പണ്ടൊന്നും ഇത് ഉണ്ടായിരുന്നല്ലോ, നബിദിനം എത്ര സജീവമായിരുന്നല്ലോ, പാടത്ത് വരെ ഇപ്പൊ സലാത്താണ്, പണ്ടത്തെ സ്ഥലം ചിലരുണ്ട്. അതൊക്കെ പരിശുദ്ധ ഖുർആൻ അതിന്റെ പോസിബിലിറ്റി ഒക്കെ നേരത്തെ തന്നെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലേ? നിങ്ങൾ ഖുർആൻ നോക്കിയേ, അലം നശ്റഹ ലക സദ്റക് എന്ന സൂറത്തോട് പരിശോധിച്ച ആ സൂറത്ത് പരിശോധിച്ച അവിടെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അല്ല, വല്ലുഹ വല്ലൈലി ഇദാ സജ അങ്ങനെ ഓതി വന്ന അവിടെ കാണാം, വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലാഖിറു. അവിടെ പരലോകം എന്നത് മാത്രമല്ല, മറ്റൊരു തഫ്സീർ പിന്നീട് വരുന്ന ഓരോ സെക്കൻഡുകളും ഖൈറുൽ ലക മിനൽ ഊലാ, അതിന്റെ തൊട്ട് മുമ്പത്തേതിനേക്കാൾ തങ്ങൾക്ക് ഉത്തമമായിരിക്കും. അങ്ങനെ വരുമ്പോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉന്നതമായ പേഴ്സണാലിറ്റി അത് പിന്നെ പ്രൊജക്ട് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ, അതിൻ്റെതായ വേദികൾ, അത് കഴിഞ്ഞ ദിവസത്തെക്കാൾ ഈ ദിവസം കൂടും, കഴിഞ്ഞ കൊല്ലത്തെക്കാൾ ഈ കൊല്ലം കൂടും. അതങ്ങനെ അഭംഗുരം അനുസ്യൂതം സജീവമായി മുന്നോട്ട് പോകുന്ന അവസ്ഥ അത് ഇവിടെ ഉണ്ടാകും എന്നത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മളത് ചിന്തിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ അർഹമായി ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. അസത്യക്ഷ നമ്മളൊക്കെയും വർത്തനൊക്കെ റസൂലുള്ളാഹിയായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ഞങ്ങൾ വെട്ടി നിരത്തും എന്ന് പറയുന്നത് ഒരു തരം തണ്ട് ശൈലിയാണ്. ആ ശൈലി നമ്മൾ പ്രയോഗിക്കാൻ പാടില്ല. അതാണ് എസ്കക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളെടുത്തുള്ളതാണെങ്കിലും ഞങ്ങളെടുത്തുള്ളതാണെങ്കിലും ഒക്കെ മുത്തുനബിയിലേക്ക് ചേർക്കപ്പെട്ടതാണോ, റസൂലുള്ളാഹിയിലേക്ക് ചേർക്കപ്പെട്ടതാണോ എങ്കിൽ എന്ത് ചെയ്യണം? അതിന് ആദരവിന്റെ കണ്ണുകൊണ്ട് കാണാൻ. ഇനി അതിനൊരാളുടെ മനസ്സ് പാകപ്പെടാത്ത അവസ്ഥ, അതിന് മാത്രം ഓന്റെ വെറുപ്പ് അത്രയും സജീവാണെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയാനില്ലാതെങ്കിലും നിങ്ങൾ മോമിനിങ്ങളോട് പറയും, നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളോട് പറയും. എന്നാ സുക്കൂത്ത് മൻ സമത്തനജാ, അല്ലേ? മിണ്ടാണ്ടെന്നാ രക്ഷപ്പെടും. അത്രക്കെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ ചിന്തിക്കണ്ടേ, നമ്മൾ ആലോചിക്കണ്ടേ? സഅദ് ഇബ്നു മസ്ഊദിൻ ബിഖിദ്മത്തിൻ അലിഹി വഅന സഈദു ബിഖിദ്മത്തിൽ ലിമിസാലിഹി. മഹാന്മാർ അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്. സഅദ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ചെരുപ്പ്, ആ ചെരുപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുമ്പോ പിന്നെ ആ ചെരുപ്പിന് ഖിദ്മത്തെടുത്ത് വിജയിച്ചു. അതേസമയത്ത് ചെരുപ്പിന്റെ രൂപത്തിന് ഖിദ്മത്തെടുത്തുകൊണ്ട് വിജയിക്കാൻ ഞാൻ ശ്രമിക്കുന്നു എന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ മിസാൽ, ആ മിസാലിനെ ആദരവിന്റെ കണ്ണുകൊണ്ട് കാണുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ചില ആൾക്കാരത് വേറെ ചില പിന്നെ വിഷയത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനത്തെ ഒരു മാർഗാക്കിയിട്ടുണ്ടെങ്കിൽ മാറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആലോചിക്കണം. സമസ്തയിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ ആൾക്കാര് അതേമാതിരി തന്നെ കറാമത്ത് വിറ്റിട്ട് പിന്നെ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാര്, അങ്ങനത്തെ ഒരുപാട് കള്ളത്തരീകത്തുകളും അതിൽപ്പെട്ട ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യാനോ അവരുടേത് എന്നുള്ള നിലക്കുള്ള എന്തിന്റെ ആവശ്യമല്ല. അവരുടേത് എന്നുള്ള നിലക്ക് ഉള്ള ഒന്നിനെ നമ്മൾ പിന്നെ അതുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമല്ല. അത് ഞാൻ സൂചിപ്പിക്കണം എന്താ വെച്ചാൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒക്കെ രേഖപ്പെടുത്തിയത് കാണാം. ഈസാ അലൈഹി ഇസ്ലാമിനോട് ഒരിക്കൽ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തർക്കമല്ലാത്ത സംഗതിയല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. അപ്പോ ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞു, നീ പറഞ്ഞു എന്ന നിലക്ക് ഞാൻ പറയില്ല. നീ പറഞ്ഞു എന്ന നിലക്ക് ഞാൻ പറയില്ല. കാരണം എന്താ, അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ പിന്നീട് പിന്നെ ഈസാ നബിന്റെ ശിഷ്യനാന്ന് പറയുന്നേക്കും ചിലപ്പോ. മനസ്സിലായില്ലേ? അപ്പൊ അതുണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ലേ? അതുണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കണം. വിശദീകരണങ്ങളൊക്കെ പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവാം. ഇപ്പൊ എല്ലാരും പിന്നെ കാത്തിരിക്കുകയാണ്.
പിന്നെ ഭക്ഷണത്തിന് റൂമില് കാത്തിരിക്കണം. അതുകൊണ്ട് ഞാൻ തൽക്കാലം മൈക്ക് വിട്ടില്ലെങ്കിൽ ചിലപ്പോ എന്റെ കാര്യം കട്ടപ്പോകെ ആവും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് വിടുന്നു. ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് പിന്നീട് പറ്റുമെങ്കിൽ മൈക്കിൽ വരും. ഏതായാലും പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും അത് ജനങ്ങളുടെ ഇടയിൽ പറയാനുള്ള ആർജവം അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആർക്കണം എന്ന് പിന്നെ വസിയത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം വാക്കുകൾ ചുരുക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.